ഷാംപൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി കൊഴിയുന്നുണ്ടോ? എന്നാൽ അത് നോർമൽ അല്ല. ബേസിക്കലി നമ്മൾ ബോഡി ക്ലീൻ ചെയ്യാനായിട്ട് സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് ഒരു ഷാംപൂ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ഓയിൽ ബിൽഡപ്പ് ഉണ്ടാകാനും ഡാൻഡ്രഫ് ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഷാംപൂ വാഷ് കഴിഞ്ഞ് നല്ല ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഷാംപൂ റോങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് റോങ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നല്ല ബ്രിട്ടിൽ, ഡ്രൈ അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ എപ്പോഴും സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം ഭയങ്കര ബിൽഡപ്പ് ഉള്ള അല്ലെങ്കിൽ നല്ല ഡാൻഡ്രഫ് ഉള്ള ഇച്ചിങ് ഉള്ള സ്കാൽപ്പ് ആണെങ്കിൽ ചിലപ്പോൾ മെഡിക്കേറ്റഡ് ഷാംപൂസ് ആവശ്യം വരും. ഇനി ഷാംപൂ എപ്പോഴും സ്കാൽപ്പിന് വേണ്ടിയുള്ളതാണ് ആൻഡ് കണ്ടീഷണർ ഹെയറിന് വേണ്ടിയുള്ളതാണ്. ഷാംപൂ ഇട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നെയിൽസ് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് പൾപ്പ് ഓഫ് ഫിംഗർ യൂസ് ചെയ്യാം. അതായത് ഫിംഗറിന്റെ ഈ ടിപ്പ് വരുന്ന പോർഷൻ മാത്രം യൂസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി. ഐഡിയലി വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ആണ് ഷാംപൂ വാഷ് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആണ്. നല്ല ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഓയിൽ ബിൽഡപ്പ് വരുന്ന സ്കാൽപ്പ് ആണെങ്കിൽ വീക്ക്ലി ത്രൈസ് ഷാംപൂ ചെയ്യാം. അത്ര ഓയിൽ വരുന്നില്ല, അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ഇസ് ഇനഫ്. നല്ല കുറച്ച് ഷാംപൂസിന് കണ്ടീഷൻ ചെയ്താന്ന് പറയണമെങ്കിൽ ഹെയർ ഒന്ന് കമന്റ് ചെയ്യണേ. ആൻഡ് ഷാംപൂ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് മുടിയെല്ലാം പോയി എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഇതൊന്ന് ഷെയർ ചെയ്തു. ഇതുപോലുള്ള സ്കിൻ ആൻഡ് ഹെയർ കെയർ കോണ്ടന്റിന് വേണ്ടി ടു ഫോളോ മീ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.